ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ്. നമ്മൾ സോഫ്റ്റ്വെയർ കേട്ടിട്ടുണ്ടോ? അപ്പോൾ എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാമുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണെന്ത്? സോഫ്റ്റ്വെയർ. പ്രോഗ്രാമുകളുടെ കൂട്ടത്തെ എന്ത് വിളിക്കുന്നു? സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു. കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ഈസ് നോൺ ആസ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ഈസ് ദ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ KSCBയുടെ ഇപ്പോഴത്തെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? KSCBയുടെ ഇപ്പോഴത്തെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? ഒരുമ. ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഓഫ് KSCB ആൻസർ ഒരുമ. അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഏതാണ്? സമ്പൂർണ്ണയാണ്. സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആൻസർ സമ്പൂർണ്ണ. സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആൻസർ സമ്പൂർണ്ണ. അതുപോലെ തന്നെ മലയാളം എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? മലയാളം എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? വരമൊഴി. മലയാളം എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആൻസർ ഈ വരമൊഴി. അതുപോലെ 3D അനിമേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? 3D അനിമേഷൻ സോഫ്റ്റ്വെയർ മായ. 3D അനിമേഷൻ സോഫ്റ്റ്വെയർ മായ. 3D അനിമേഷൻ സോഫ്റ്റ്വെയർ മായ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് എവിടെയാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് എവിടെയാണ്? നോയിഡ. അതെവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഫസ്റ്റ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യ ആൻസർ നോയിഡ. ഫസ്റ്റ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യ ആൻസർ എന്താണ്? നോയിഡയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് എവിടെയാണ്? നോയിഡയിലാണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു. അതുപോലെ ഹാർഡ്വെയർ പാർട്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ നമുക്ക് ഹാർഡ്വെയർ പാർട്സ് കാണുവാനായിട്ട് കഴിയും. അതായത് മോണിറ്റർ, പ്രിൻ്റർ, ഇൻപുട്ട്, മോണിറ്റർ, പ്രിൻ്റർ, കീബോർഡ്, മൗസ്, ഇതൊക്കെ എന്താണ്? ഹാർഡ്വെയർ ഡിവൈസ് ആണ്. ഓക്കെ, ഇൻപുട്ട് ഉപകരണങ്ങളാണ് എന്തൊക്കെ? ആ ഇൻപുട്ട് എന്തൊക്കെയാണ്? കീബോർഡ്, മൗസ്, ടച്ച് പാഡ് അല്ലെങ്കിൽ ടച്ച് സ്ക്രീനൊക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ഉദാഹരണങ്ങളാണ്. കീബോർഡ്, മൗസ്, ടച്ച് സ്ക്രീൻ, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഹാർഡ്വെയർ ഡിവൈസ്. എക്സാമ്പിൾസ് ഓഫ് ഇൻപുട്ട് ഡിവൈസ് ആണ്. അതുപോലെ തന്നെ അപ്പോൾ ഹാർഡ്വെയർ ഡിവൈസുമാണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? മോണിറ്ററും പ്രിൻ്ററുമാണ്. ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ്. മോണിറ്റർ ആൻഡ് പ്രിൻ്റർ ആർ ഔട്ട്പുട്ട് ഡിവൈസസ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിന് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ്, കമ്പ്യൂട്ടറിന് നൽകുന്ന നിർദ്ദേശങ്ങളാണെന്ത്? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ the instructions given to the computer ആൻസർ എന്താണ്? ഇൻപുട്ട്. ഇൻസ്ട്രക്ഷൻസ് given to the computer, കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന ഇൻസ്ട്രക്ഷൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻപുട്ട്. കമ്പ്യൂട്ടർ തിരിച്ചു നൽകുന്ന റിസൾട്ട് ആണെന്ത്? ഔട്ട്പുട്ട്. The result given by the computer ആൻസർ എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ റിസൾട്ട് given by the computer ആൻസർ എന്താണ്? ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്നും പറഞ്ഞു, ഔട്ട്പുട്ട് എന്നും പറഞ്ഞു. ഇൻപുട്ട് ഡിവൈസും ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസും ഉണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ പ്രിൻ്ററും ഉണ്ട്, അതുപോലെ തന്നെ മോണിറ്ററും ഉണ്ട്, പ്രിൻ്റർ. അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുമ്പോൾ CPU എന്ന് കേട്ടിട്ടുണ്ടോ? CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതുപോലെ തന്നെ CPU ഏതു പേരിൽ അറിയപ്പെടുന്നു? CPU അറിയപ്പെടുന്നത് എന്താണ്? CPU അറിയപ്പെടുന്നത് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ തലച്ചോറെന്നറിയപ്പെടുന്നു. ആൻസർ CPU. CPU ഈസ് നോൺ ആസ് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ തലച്ചോറെന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. അത് ഏതു പേരിൽ അറിയപ്പെടുന്നു? കമ്പ്യൂട്ടറിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നു. ALU ഈസ് നോൺ ആസ് ഹാർട്ട് ഓഫ് കമ്പ്യൂട്ടർ. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ
നട്ടെല്ലെന്നറിയപ്പെടുന്നു. എന്താണ്? മദർ ബോർഡ്. മദർ ബോർഡ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ആ കമ്പ്യൂട്ടറിന്റെ നട്ടെല്ലെന്നറിയപ്പെടുന്നു. മദർ ബോർഡ് ഈസ് നോൺ ആസ് ബാക്ക് ബോൺ ഓഫ് കമ്പ്യൂട്ടർ. മദർ ബോർഡ് ഈസ് നോൺ ആസ് ബാക്ക് ബോൺ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? മദർ ബോർഡിനെയാണ്. എന്തിനെയാണ്? മദർ ബോർഡിനെയാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇനി നമ്മൾ കമ്പ്യൂട്ടർ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുകയാണ്. കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണെന്ന് അറിയാമോ? കമ്പ്യൂട്ടറിന്റെ പിതാവാണ് ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറിന്റെ പിതാവാണ് ചാൾസ് ബാബേജ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആൻസർ എന്താണ്? ചാൾസ് ബാബേജ് ആണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്. അതുപോലെ ഫാദർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻസർ ക്ലോഡ് ഷാനോൺ. ഫാദർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ക്ലോഡ് ഷാനോൺ. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യയുടെ പിതാവാരാണ്? ക്ലോഡ് ഷാനോണാണ്. ക്ലോഡ് ഷാനോണാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യൻ അതായത് ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി പിതാവാണ് രാജീവ് ഗാന്ധിയാണ്. വിവര സാങ്കേതിക വിദ്യയുടെ, വിവരാവകാശമല്ല, വിവര സാങ്കേതിക വിദ്യ, ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവാരാണ്? രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയാണ്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാരാണ്? സെയ്മൂർ ക്രേ. സെയ്മൂർ ക്രേ. ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ ആൻസർ സെയ്മൂർ ക്രേ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ ആരാണ്? ഡോക്ടർ വിജയ് ബി ഫട്കർ. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ ആൻസർ എന്താണ്? ഡോക്ടർ വിജയ് ബി ഫട്കർ ആണ്. ഡോക്ടർ വിജയ് ബി ഫട്കർ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ. അതുപോലെ തന്നെ ലോഗരിതത്തിന്റെ പിതാവാരാണ്? ജോൺ നേപ്പിയർ. ഫാദർ ഓഫ് ലോഗരിതം ആൻസർ എന്താണ്? ജോൺ നേപ്പിയർ. ഫാദർ ഓഫ് ലോഗരിതം ജോൺ നേപ്പിയർ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും ഉപകാരപ്പെടുന്നതാണ്. വീഡിയോ കാണുന്നവർക്ക് വീഡിയോ കാണാവുന്നതാണ് കേട്ടോ. വീഡിയോ കാണുന്നതും കാണാത്തതും ഒക്കെ നിങ്ങളുടെ താല്പര്യമാണ്. ഒരു വ്യക്തിയെ ഞാൻ വീഡിയോ കാണാൻ നിർബന്ധിക്കുകയില്ല. വീഡിയോ കാണുന്നവരൊക്കെ കാണുക കേട്ടോ. ദീപം ലോ അക്കാഡമിയിലുള്ള സ്റ്റുഡൻസ് വീഡിയോ കാണുക കേട്ടോ. മറ്റുള്ളവർ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഉപയോഗപ്പെടുന്നതാണ് എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ല. ഏവർക്കും അത് പ്രയോജനപ്പെടുന്നതാണ്. ഇത് വീഡിയോ കാണുകയും കേട്ട് പഠിക്കുകയും ഒക്കെ ചെയ്താൽ എന്താണ്? അത് വളരെ ഉപകാരപ്രദമാണ്. പെട്ടെന്നൊരു സ്റ്റുഡൻറ്റ് മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പിതാവാരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ. ഫാദർ ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ ആൻസർ റിച്ചാർഡ് സ്റ്റാൾമാൻ.